PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 മാത്സ്, 2 ക്ലാസ് ഇംഗ്ലീഷ്, 2 ക്ലാസ് മലയാളം, ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അതിൽ മാത്സ് എന്ന് പറയുന്നത് LDCക്കും LGSനും കോമൺ ആയിട്ടും ഇംഗ്ലീഷും മലയാളവും LDCക്കാർക്ക് മാത്രം, അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. അതും ഓരോ ടോപ്പിക് വൈസായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, അതും ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 2 റെക്കോർഡഡ് ക്ലാസ്സും, അങ്ങനെ 4 ക്ലാസ്സാണ് നമ്മൾ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സുകൾക്ക് പുറമെ അഡീഷണൽ നോട്ട്സും PDF-ഉം എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പോൾസ് നമ്മൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഭിന്നസംഖ്യകളുടെ ഒട്ടും ബേസ് പോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. മാത്സ് ഒരുപാട് ടഫാണ്, ഒന്നും മനസ്സിലാവുന്നില്ല മിസ്സേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് പറയാറുണ്ട്. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഭിന്നസംഖ്യകൾ? അത് കൂട്ടുന്നത് എങ്ങനെയാണ്, കുറയ്ക്കുന്നത് എങ്ങനെയാണ്, ഗുണിക്കുന്നത് എങ്ങനെയാണ്, ഹരിക്കുന്നത് എങ്ങനെയാണ്, വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത്, അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമുക്ക് മിശ്രഭിന്നത്തെ സാധാരണ ഭിന്നമാക്കാനും സാധാരണ ഭിന്നത്തെ മിശ്രഭിന്നമാക്കാനും അങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലാണ് നോക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ പറയുന്ന ഭിന്നസംഖ്യകളുടെ ക്ലാസ് ഓൾറെഡി നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് റൂം സെഷൻ ആയിട്ട് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിശ്രഭിന്നത്തെ സാധാരണ ഭിന്നമാക്കുന്നതും സാധാരണ ഭിന്നത്തെ മിശ്രഭിന്നമാക്കുന്നതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ ഭിന്നസംഖ്യ, ചെറിയ ഭിന്നസംഖ്യ, ഇത് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം നമ്മൾ 3 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3ഉം കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സിൽ ഈ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് തരുവാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ആ ക്ലാസ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും കണക്കറിയാത്തവർക്കും കൂടെ ബേസ് തൊട്ട് പഠിച്ചു പോകാവുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും വൈകാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ക്ലാസ് ചെയ്യുവാണെങ്കിലും കണക്ക് ഒട്ടും അറിയാത്തവരെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം ഭിന്നസംഖ്യ എന്താണ് എന്നുള്ളത് ഒട്ടും അറിയാത്തവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ബേസിക് മുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അടിത്തറ കിട്ടുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രോബ്ലംസും കറക്റ്റായിട്ട് സോൾവ് ചെയ്യാനും എല്ലാത്തിനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഭിന്നസംഖ്യകൾ അല്ലേ. ഭിന്നസംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? A/B എന്ന് പറയുന്ന ഫോമിൽ കിടക്കുന്ന സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. A/B ഈ ഫോമിൽ കിടക്കുന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 3/8, 7/9, 11/27 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്? ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഭിന്നസംഖ്യയിൽ മുകളിൽ ഒരു സംഖ്യയുണ്ട്, താഴെയും ഒരു സംഖ്യയുണ്ട് അല്ലേ. അപ്പോൾ 3/8 എന്ന് എഴുതുമ്പോൾ ഈ മുകളിൽ കിടക്കുന്ന സംഖ്യയെ നമ്മൾ പറയുന്ന പേരാണ് അംശം. എന്താണ് പറയുന്നത്? അംശം എന്ന് പറയും. താഴെ കിടക്കുന്ന ഈ നമ്പറിനെ പറയുന്നതാണ് ഛേദം. ഓക്കെ, മുകളിൽ കിടക്കുന്നത് അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറയും. താഴെ കിടക്കുന്ന നമ്പറിനെ ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കാം. A/B എന്ന് പറയുന്ന ഫോമിൽ കിടക്കുന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. ഓക്കെ, ഈ ഫോമിൽ കിടക്കുന്ന 7/9, 3/8, 11/27 ഇതൊക്കെയാണ് എന്ത്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഭിന്നസംഖ്യകളിലെ മുകളിലേ കിടക്കുന്ന നമ്പറിനെ നമ്മൾ എന്തെന്ന് പറയും? അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറയാം. താഴെ കിടക്കുന്ന സംഖ്യകളെ എന്താണ്? ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഈ ഛേദം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ B ആണ് ഛേദമായിട്ട് എടുത്തിരിക്കുന്നത്, ഇതൊരിക്കലും 0 ആവാനായിട്ട് പാടില്ല. ഇനി നമ്മൾ നോക്കുന്നത് ഭിന്നസംഖ്യകൾ എന്താണെന്ന് പഠിച്ചു അല്ലേ.
ഭിന്നസംഖ്യകൾ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ, വിഷമ ഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള ഭിന്നസംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ, അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം എന്നിങ്ങനെ 3 തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്. അപ്പൊ അതിൽ സാധാരണ ഭിന്നം എന്ന് പറയുമ്പോൾ ഞാനിവിടെ എഴുതാം 3/5, 2/8, 7/11, 100/1000. ഓക്കെ, ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്? സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുകളിലത്തെ നമ്പറിനെ നമ്മൾ എന്താണ് പറയുന്നത്? അംശം എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അംശം ചെറിയ സംഖ്യയും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയും. ഓക്കെ, സാധാരണ ഭിന്നം അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മുകളിലെ അംശം ചെറുത്. 3/5 എന്ന് പറയുമ്പോൾ 5 വലുത്, അല്ലെ? 2/8 എന്ന് പറയുമ്പോൾ 8 വലുത്. 7/11 എന്ന് പറയുമ്പോൾ 11 വലുത്. 100/1000 എന്ന് പറയുമ്പോൾ 1000 വലുത്. അപ്പൊ താഴെ വലിയ സംഖ്യ വരുന്നത്, അല്ലെങ്കിൽ ഛേദത്തിൽ വലിയ സംഖ്യ വരുന്നത്, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വലിയ സംഖ്യ വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ സാധാരണ ഭിന്നസംഖ്യ ഒന്ന് പഠിക്കുമ്പോൾ അത് തറവായിട്ട് പഠിക്കാം. അപ്പൊ അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുമ്പോഴത്തേനും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലുത് താഴെ വരുമ്പോൾ, ഛേദത്തിൽ താഴെ എന്താണ്? വലിയ സംഖ്യ, ഡിനോമിനേറ്റർ വലുതാവുമ്പോൾ, ഛേദം വലുതാവുമ്പോൾ, അല്ലെങ്കിൽ താഴെയുള്ള സംഖ്യ വലുതാണെങ്കിൽ അതിന് സാധാരണ ഭിന്നം എന്ന് പറയും. അപ്പൊ വിഷമ ഭിന്നം എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് 5/3, 8/2, 11/7, 1000/100 ഇതിനെങ്ങനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ താഴെയാണ് എന്ത് വരുന്നത്? ചെറിയ സംഖ്യ വരുന്നത്, മുകളിൽ വലിയ സംഖ്യ. ഓക്കെ, അപ്പൊ ഇതാണ് വിഷമ ഭിന്നം എന്ന് പറയുന്നത്. സാധാരണ ഭിന്നത്തിന്റെ എന്താണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ സാധാരണ ഭിന്നം പഠിച്ചു വെക്കുക. താഴെ വലിയ സംഖ്യയും മുകളിൽ ചെറിയ സംഖ്യയാണെങ്കിൽ അത് സാധാരണ ഭിന്നം. വിഷമ ഭിന്നമാണെങ്കിൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? വിഷമ ഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മിശ്ര ഭിന്നമാണ്. മിശ്ര ഭിന്നം എന്ന് പറയുമ്പോഴത്തേനും 5 2/11, 3 4/8 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഇല്ലേ? ഒരു പൂർണ്ണസംഖ്യയും പിന്നെ ഒരു ഭിന്നസംഖ്യയും കൂടെ വരുന്ന ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ മിശ്ര ഭിന്നം എന്ന് പറയാം. ഇവിടെ 5 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യയുണ്ട്, 2/11 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് എഴുതുന്നതിനെയാണ് മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ 3 കാര്യത്തിൽ ഒന്നുകൂടെ ഓർത്തിരിക്കാനുണ്ട്. എന്താന്ന് വെച്ചാൽ സാധാരണ ഭിന്നം എന്ന് പറയുമ്പോഴത്തേനും വലിയ നമ്പർ താഴെയും, അല്ലെ, മുകളിൽ ചെറിയ നമ്പർ. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ 3/5 എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ അർത്ഥം എന്താണ്? 3നെ 5 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് അർത്ഥം. 3/5 എന്ന് വെച്ചാൽ 3നെ 5 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴെ എഴുതുന്ന നമ്പറാണ് നമ്മൾ ഹരിക്കുന്നതിന്റെ. ഓക്കെ, ഏത് നമ്പർ കൊണ്ടാണോ ഹരിക്കേണ്ടത് അതാണ് താഴെ വരിക. അപ്പൊ 3നെ 5 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ എഴുതിയാലുള്ള അർത്ഥം. അപ്പൊ നമ്മൾ ഇവിടെ ഹരിക്കുമ്പോൾ ഉറപ്പായി നമുക്കറിയാം 3ൽ 5 ഒരിക്കലും പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് 6, 5, 30 ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ 0.6 എന്നാണ് ആൻസർ വരിക. അപ്പൊ 0.6 എന്ന് പറയുന്നത് എന്താണ്? 1നേക്കാളും ചെറുതാണ്, അല്ലെ? 1നേക്കാളും ചെറുതാണ് പോയിന്റ് വെച്ചിട്ടുള്ള സംഖ്യകൾ. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. സാധാരണ ഭിന്നം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എപ്പോഴും 1നേക്കാളും ചെറുതാണ് വരിക. ഓക്കെ, 1നേക്കാളും ചെറുതാണ് എന്ത്? അതിന്റെ ആൻസർ വരിക. ഇപ്പോൾ 3നെ 5 കൊണ്ട് ഹരിച്ചാൽ 0.6 2നെ 8 കൊണ്ട് ഹരിക്കും. 2ൽ 8 പോകുമോ? ഇല്ല. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് 0 ഇട്ടതിന് ശേഷം ചെയ്യേണ്ടി വരും. ഓക്കെ, 7നെ 11 കൊണ്ട് ഹരിക്കുക. 7ൽ 11 പോകുമോ? ഇല്ല. അപ്പൊ നമ്മൾ പോയിന്റ് ഇടേണ്ടി വരും. 100/1000 100ൽ 1000 പോകുമോ? ഇല്ല. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ ഭിന്നം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1നേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടുക പോയിന്റ് ഇട്ടിട്ടുള്ളത്.
ഇനി വിഷമഭിന്നമാണെങ്കിലോ, വിഷമഭിന്നമാണെങ്കിൽ നമുക്ക് 5/3 നമ്മൾ അവിടെ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിലോ 5/3, 5ൽ 3 പോകുമല്ലോ, ഒരു പ്രാവശ്യം പോകും, ഒരു 3 3, 5ൽ നിന്ന് 3 പോയാൽ 2, ഇങ്ങനെയാണ് വരിക. അപ്പോൾ 1 പിന്നെ അടുത്ത സംഖ്യ, അപ്പോൾ 1നേക്കാളും വലുതാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഏത് നമ്പർ ചെയ്താലും 8/2, 8ൽ 2 പോകുമല്ലോ, 4 പ്രാവശ്യം പോകും. 11/7 അതും പോകും അല്ലേ, 7 ഒരു പ്രാവശ്യം പോകും. 1000/100 അതും പോകും കറക്റ്റായിട്ട് അല്ലേ. അപ്പോൾ ഏത് ചെയ്താലും വിഷമഭിന്നത്തിൻ്റെ കേസിൽ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ ഭിന്നത്തിൻ്റെ കേസിൽ 1നേക്കാളും ചെറുതായിരിക്കും വാല്യൂ. എന്തുകൊണ്ടാണ്? താഴെ വലിയ സംഖ്യ വരുന്നു. താഴെ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 1നേക്കാളും ചെറിയ വാല്യൂ കിട്ടുന്നത്. വിഷമഭിന്നമാവുമ്പോൾ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആൻസർ 1നേക്കാളും വലിയ നമ്പറാണ് കിട്ടുക. ഓക്കെ, ഇനി മിശ്രഭിന്നത്തിന്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 5 2/1 11 എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ സാധാരണ 2 x എന്നൊക്കെ എഴുതിയാൽ 2 × x ആണെന്നാണ് പറയുക അല്ലെ. 2x എന്ന് എഴുതിയാൽ 2 × x ആണെന്നാണ് പറയുക. പക്ഷെ ഇതുപോലെയല്ല ഇവിടുത്തെ കേസ്. 5 2/11 എന്ന് വെച്ചാൽ 5 × 2/11 എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. അത് അങ്ങനെയല്ല, 5 + 2/11 ആണ്. അതായത് 5 എന്ന് പറയുന്ന മുഴുവൻ ഒരു സംഖ്യ ഉണ്ട്, അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്? 11, 2/11 എന്ന് പറയുന്നൊരു ഭാഗവും കൂടി ഉണ്ട്. 3 മുഴുവനായിട്ടും ഉണ്ട്, പിന്നെ 4/8 കൂടെ ഭാഗമുണ്ട് എന്നാണ് അർത്ഥം. അതായത് 5 2/11 എന്ന് വെച്ചാൽ 5 + 2/11 എന്നാണ്. ഓക്കെ, 3 4/8 എന്ന് വെച്ചാൽ 3 + 4/8 എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഇടയിലുള്ള സൈൻ എന്താണ്? പ്ലസ് ആണ്. അത് അവിടെ ഇടേണ്ട കാര്യമില്ല, നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ട് അവിടെ ഇടുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 5 2/11 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ അതിന്റെ ഇടയ്ക്കുള്ള എന്താണ് ചിഹ്നം ഏതാണ്? പ്ലസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ സാധാരണ ഭിന്നം എന്താണ്, വിഷമഭിന്നം എന്താണ്, മിശ്രഭിന്നം എന്താണ് എന്നുള്ളത് ഒരു ഏകദേശം ഐഡിയ കിട്ടി അല്ലെ. ഇനി ഈ മിശ്രഭിന്നത്തിന്റെ കാര്യം നമ്മൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും നമ്മൾ ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി മിശ്രഭിന്നത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ വീഡിയോ കണ്ടിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുന്നത് സാധാരണ ഭിന്ന സംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒക്കെയാണ്. അപ്പം നമുക്കത് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുന്നേ ജസ്റ്റ് ഇവിടെ ഞാൻ 2 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 11/11 6/6. അതായത് ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും ഒരുപോലെയുള്ള സംഖ്യകളാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? 11/11. 11നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 11ൽ 11 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യമാണ് പോകുക. അപ്പോൾ അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ വന്നാൽ അതിന്റെ ആൻസർ എത്രയാണ്? അത് 1 ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അറിയാത്തവർ നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ടും അംശവും ഛേദവും ഒരേ സംഖ്യ ആണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? 1 ആയിരിക്കും. 11/11 എന്ന് വെച്ചാൽ 1, 6/6 എന്ന് വെച്ചാൽ 1, 1000/1000 ആണെങ്കിൽ 1, 10000/1000 ആണെങ്കിൽ 1, 900/900 ആണെങ്കിൽ 1. അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ വന്നാൽ നമ്മുടെ ആൻസർ എന്താണ്? 1 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 1/6 + 3/6. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനാണ് തന്നിട്ടുള്ളത് അല്ലെ. 1/6 + 3/6. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഛേദത്തിലുള്ള 2 നമ്പറും എന്താണ്? സെയിം ആണ് അല്ലെ. താഴെ 6 ആണ്, ഇവിടെയും എന്താണ്? 6 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഛേദത്തിൽ ഒരേ നമ്പർ വരുന്ന ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഛേദത്തിൽ കിടക്കുന്ന ഒരേ നമ്പർ അല്ലെ, ഒരേ സംഖ്യയാണ് ഛേദത്തിലെങ്കിൽ ആ സംഖ്യ അതുപോലെ തന്നെ ഇടുക. 6 അല്ലേ രണ്ടിടത്തും, അപ്പൊ ആ 6നെ അതുപോലെ തന്നെ ഇടുക. എന്നിട്ട് മുകളിൽ എന്ത് ചെയ്യുക? ഈ 2 നമ്പറും കൂടെ കൂട്ടി എഴുതുക. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 1ഉം 3ഉം കൂടെ കൂട്ടി എത്രയാണ്? 4 ആണ്. അപ്പോൾ ഛേദം ഒരുപോലെയുള്ള ഭിന്നസംഖ്യ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഛേദം അതുപോലെ എടുത്ത് എഴുതുക, മുകളിലെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടി എഴുതാം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 3/7 + 2/7 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഛേദം ഒരുപോലെയുള്ള നമ്പേഴ്സ് ആണ് അല്ലെ. ഛേദം ഒരുപോലെയുള്ള നമ്പർ ആവുമ്പോൾ ആ ഛേദത്തെ അതുപോലെ എടുത്ത് എഴുതുക, മുകളിലത്തെ 2 നമ്പറും കൂടെ കൂട്ടാം. 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5 ആണ്. ഓക്കെ, അടുത്തത് നോക്കുക.
2/5 പ്ലസ് 1/5 ഛേദം ഒരുപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഛേദം 5 അതുപോലെ എടുത്ത് എഴുതിയിട്ട് മുകളിലെ 2ഉം 1ഉം കൂടെ കൂട്ടുക 3 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ ഇത് 3 സംഖ്യ ഉണ്ടെങ്കിലോ 2/5 പ്ലസ് 1/5 പ്ലസ് 7/5 ഇങ്ങനെ 3 സംഖ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോഴും അങ്ങനെ തന്നെയാണ്. ഛേദം ഒരുപോലെ ആയതുകൊണ്ട് അതിനെ അതുപോലെ എടുത്തെഴുതാം. മുകളിലെ 3 സംഖ്യയും കൂടെ കൂട്ടി എഴുതാം. 2 1 3 3 7 എത്രയാണ്? 10/5 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഛേദം ഒരുപോലെയുള്ള സംഖ്യകളാണെങ്കിൽ ഛേദത്തെ അതുപോലെ എടുത്ത് എഴുതിയിട്ട് മുകളിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എന്തായി? നമ്മുടെ ആൻസർ ആയി. മുകളിലും താഴെയും ഒരേ സംഖ്യ വരുമ്പോൾ ആൻസർ എത്രയാണ്? 1 ഇവിടെ നോക്കുക. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഛേദം ഒരുപോലെ വരുമ്പോൾ, ഡിനോമിനേറ്റർ ഒരുപോലെ വരുമ്പോൾ അത് അതുപോലെ എടുത്തെഴുതി മുകളിലെ സംഖ്യകൾ കൂട്ടണമെന്നാണ് അല്ലേ? ഇവിടെ നോക്കുക 2/3 പ്ലസ് 1/4 എന്നാണ് അല്ലേ? അപ്പോൾ ഛേദവും വ്യത്യാസമാണ്, അംശവും വ്യത്യാസമാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് 2 ഭിന്നസംഖ്യകളായതുകൊണ്ട് ഏറ്റവും എളുപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. LCM എടുത്തിട്ടും ചെയ്യാം. അത് 3 എണ്ണമൊക്കെ വരുമ്പോഴാണ് ചെയ്യുക. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 എണ്ണം ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയുമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരെണ്ണം ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ സ്പീഡിൽ ചെയ്യാം. ഓക്കെ, ആദ്യത്തേത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയും ഇങ്ങനെയും ഗുണിക്കുക ആദ്യം. ഓക്കെ, അതായത് 4 × 2 ചെയ്യാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് ആദ്യം ഇത് വേണം ചെയ്യാനായിട്ട് കേട്ടോ. 2 × 4. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? 2 × 4 ചെയ്യാം. പ്ലസ് ആണല്ലോ നടുവില്, അപ്പോൾ ആ പ്ലസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 × 3 ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഓക്കെ, 2 × 4 എഴുതി, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. ദെൻ 1 × 3 എഴുതി. ദെൻ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 3 × 4 താഴെയുള്ള 2 നമ്പർ കൊണ്ട് ഗുണിക്കുക. 3 × 4 എന്ന് ചെയ്യാം. ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ സംഖ്യയും ഇതും ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 2 × 4 പ്ലസ് 1 × 3 ഡിവൈഡഡ് ബൈ 3 × 4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് ചെയ്തു. ദെൻ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 4 8 ആണ്. പ്ലസ് ആദ്യം ഗുണിക്കുന്നത് ചെയ്യണം കേട്ടോ. 2 4 8 പ്ലസ് ഉണ്ട്. 1 × 3 എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 3 × 4 12 അല്ലേ? 3 × 4 12. അപ്പോൾ മുകളിൽ 8ഉം 3ഉം കൂടെ കൂട്ടിയാൽ 11/12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 വ്യത്യസ്തമായിട്ടുള്ള ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒന്ന് ചെയ്യാം. ഇനി ഇതുപോലെ എഴുതുന്നില്ല കേട്ടോ. ഇവിടെ നോക്കാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 4 × 3 ചെയ്യണം അല്ലേ? 4 × 3 എത്രയാണ്? 12 ആണ്. പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. 2 × 11 എത്രയാണ്? 2 × 11 22 ആണ്. ഡിവൈഡഡ് ബൈ 11 × 3. 11 × 3 എത്രയാണ്? 33 ആണ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 12ഉം 22ഉം എത്രയാണ്? 2ഉം 2ഉം 4, 2ഉം 1ഉം 3. 34/33 അവിടെയുണ്ട്. അപ്പോൾ 34/33 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, അടുത്തത് 2/6 പ്ലസ് 3/7. എങ്ങനെ ചെയ്യണം? 2നെ 7 കൊണ്ട് ഗുണിക്കുക. 2 7 എത്രയാണ്? 14. പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. ഇനി 3 × 6. 3 6 എത്രയാണ്? 18. ഡിവൈഡഡ് ബൈ 6 × 7. 6 7 എത്രയാണ്? 42 ആണ്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 8ഉം 4ഉം എത്രയാണ്? 12ന് 2. 1 ശിഷ്ടം. 1ഉം 1ഉം 2. 2ഉം 1ഉം 3. 32/42 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എങ്ങനെയാണ്? ഛേദവും അംശവും വ്യത്യസ്തമായിട്ടുള്ള ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിനെയും കൂടെ ഗുണിക്കുക. പ്ലസ് ആവുമ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുക. അടുത്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഡിവൈഡഡ് ബൈ താഴെയുള്ള 2 നമ്പേഴ്സും തമ്മിൽ ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടാനായിട്ട് പഠിച്ചല്ലോ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നോക്കുക, 1/2 പ്ലസ് 3/5 പ്ലസ് 1/10 അല്ലേ? ഇപ്പം നമ്മൾ 2 ഭിന്നസംഖ്യകളാവുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു.
മൂന്നെണ്ണം ആണെങ്കിൽ എന്ത് ചെയ്യും? മൂന്നെണ്ണം ആണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ആൻസർ വെച്ചിട്ട് അടുത്ത സംഖ്യയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 സ്റ്റെപ്പ് ചെയ്തിട്ട് വേണം ആൻസർ കിട്ടാനായിട്ട്, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് അറിയോ? LCM മെത്തേഡ് യൂസ് ചെയ്തിട്ട്. LCM മെത്തേഡ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ LCM കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ആ വീഡിയോ കാണാം. നമ്മൾ ചെയ്തിട്ടുണ്ട് LCM എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ LCM കണ്ടുപിടിക്കുന്ന മെത്തേഡ് കൂടെ പഠിച്ചു വെച്ചാലാണ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ LCM കാണേണ്ടത് ഏതിൻ്റെയാണ്? താഴെയുള്ള നമ്പേഴ്സിൻ്റെ 2, 5, 10 അല്ലേ? 2, 5, 10 എന്ന് പറയുന്ന സംഖ്യകളുടെ LCM എങ്ങനെയാണ് കാണുക? LCM കാണാനുള്ള വീഡിയോ കണ്ടവർക്കറിയാം. 2, 5, 10 ഇതിലെ വലിയ നമ്പർ ഏതാണ്? 10 ആണ്. ഈ 10നെ 5 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റും, അല്ലെ? 5, 2, 10 ആണ്. അതുകൊണ്ട് തന്നെ ഈ 10 ആണ് നമ്മുടെ LCM, അല്ലെ? അപ്പൊ 10 LCM ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ 10 എന്ത് ചെയ്യുക? ആ LCM എന്ന് പറയുന്നത് താഴെ എഴുതുക. ഓക്കെ, 10നെ അതുപോലെ എഴുതുക. എന്നിട്ട് മുകളിൽ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണെന്ന് പറയാം. 10 LCM കിട്ടിയത് നമ്മൾ താഴെ എഴുതി, മുകളിൽ വര വരച്ചു. ഇനി ഈ LCM ആയ 10നെ ഈ എല്ലാ നമ്പേഴ്സും കൊണ്ട് ഗുണിക്കുക. ഇവിടെയും 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 ഈ 3 നമ്പേഴ്സ് കൊണ്ട് എന്തിനു ഗുണിക്കണം? 10 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? താഴെയുള്ള ഈ 3 നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ LCM കണ്ടുപിടിക്കുക. LCM കിട്ടിയത് അതുപോലെ എടുത്തെഴുതി, മുകളിൽ ഒരു വര വരച്ചു. ഇനി മുകളിലത്തെ സംഖ്യ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 സംഖ്യകളെയും 10 കൊണ്ട് ഗുണിക്കുക. 3 എണ്ണം ആണെങ്കിൽ 3 എണ്ണത്തിനെയും 10 കൊണ്ട് ഗുണിക്കുക. 4 എണ്ണം ആണെങ്കിൽ 4 എണ്ണത്തിനെയും 10 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ആ സംഖ്യകളൊക്കെ 10 കൊണ്ട് ഗുണിക്കാനായിട്ട് അവിടെ എഴുതിയിട്ടു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാലോ. അപ്പോൾ ഇത് ഗുണിച്ച് കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, 1/2 × 10. ഇവിടെ 2ലും 10ലും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. 2ൽ 2 ഒരു പ്രാവശ്യം, 10ൽ 2 5 പ്രാവശ്യം, അല്ലേ? അപ്പോൾ ഈ ടേം ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? ഇവിടെ 1 × 5 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു 5 എത്രയാണ്? 5 ആണ്, അല്ലേ? പ്ലസ് ഇനി ഇവിടെയുണ്ട് 3/5 × 10 ചെയ്യുമ്പോൾ 5ൽ 5 ഒരു പ്രാവശ്യം, 10ൽ 5 2 പ്രാവശ്യം പോകും. ബാക്കി എന്താ ഉള്ളത്? 3 × 2. 3 × 2 എത്രയാണ്? 6 ആണ്. പ്ലസ് ഇവിടെ എന്താണുള്ളത്? 10ഉം കൂടെ ക്യാൻസലായി പോയി, അല്ലേ? ബാക്കി 1 ആണുള്ളത്. ആ 1 ഇവിടെ എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ LCM കണ്ടെത്തി, 10 ഇവിടെ ഇട്ടു, ഡിവൈഡഡ് ബൈ മുകളിൽ വരയിട്ടു. ഇനി 10 കൊണ്ട് എല്ലാ 3 സംഖ്യയും ഗുണിച്ചു. ദെൻ അത് വെച്ച് 10നെ വെച്ച് ഇതൊക്കെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് ഇത്ര ആൻസർ കിട്ടി. ഇനി ഇത് കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 5, 6, 11. 11 1 എത്രയാണ്? 12, അല്ലേ? 5, 6, 11. 11 1 12 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 12/10 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതൊന്നുകൂടെ നോക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, 1/6 + 2/4 + 1/3. അപ്പോൾ 3 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴെ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ LCM എടുക്കണം, അല്ലേ? അപ്പോൾ 6, 4, 3 ഇതിൻ്റെ LCM എന്താണ്? ഇതിൽ വലിയ നമ്പർ നോക്കുക, 6 ആണ്. 6ൽ 4ഉം 3ഉം കറക്റ്റായിട്ട് പോകും. 4നെയും 3നെയും നിശേഷം ഹരിക്കാൻ പറ്റുമോ? 3നെ പറ്റും. 3, 2, 6 ആണ്. പക്ഷെ 4 പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? 6ൻ്റെ അടുത്ത ഗുണിതമായ 12 എടുക്കുക. 12 4ലും 3ലും കറക്റ്റായിട്ട് പോകുമോ? പോകും. 4, 3, 12 ആണ്. അപ്പം നമ്മുടെ 12 ആണ് എന്ത്? LCM എന്ന് പറയുന്നത്. അപ്പോൾ ആ 12 LCM ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഈ 12 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഇതിനെല്ലാത്തിനെയും ഗുണിക്കുക. എല്ലാത്തിനെയും ഗുണിക്കുക. എന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എഴുതിയിടുക. അപ്പോൾ 6ഉം 12ഉം കൂടെ ഇവിടെ കട്ട് ചെയ്യാലോ. 6ൽ 6 ഒരു പ്രാവശ്യം, 12ൽ 6 2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ മൊത്തം എത്രയായി? 1 × 2 2 മാത്രമായി. പ്ലസ് 2/4 × 12 ഉണ്ട്. 4ൽ 4 ഒരു പ്രാവശ്യം, 12ൽ 4 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോൾ 2 × 3 6 എന്ന് വന്നു. പ്ലസ് ഇനി ഇവിടെ 1/3 × 12 എന്ന് പറയുമ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം, 12ൽ 4 പ്രാവശ്യം. അപ്പോൾ 1 4 4. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? അത് കൂട്ടി എഴുതുക. 6ഉം 2ഉം 8. 8ഉം 4ഉം എത്രയാണ്? 12. താഴെ എന്തുണ്ട്? 12 ഉണ്ട്. 12/12 എന്ന് വെച്ചാൽ എന്താണ്? മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? താഴെയുള്ള സംഖ്യകൾ, അതായത് ഛേദങ്ങൾ എടുക്കുക, അതിൻ്റെ LCM കാണുക, LCM എഴുതിയിടുക,
മുകളിൽ വരച്ചതിന് ശേഷം ആ LCM കൊണ്ട് ഈ 3 സംഖ്യകളെയും ഗുണിക്കുക. ആ ഗുണിക്കുന്നത് നമുക്ക് വെട്ടിച്ചുരുക്കാൻ അറിയാം. അത് വെട്ടിച്ചുരുക്കി ക്യാൻസൽ ചെയ്ത് കിട്ടുന്ന സംഖ്യകൾ നമ്മൾ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. കിട്ടിയല്ലോ? അടുത്തത് നോക്കാം. നമ്മളിപ്പോൾ ഭിന്നസംഖ്യകൾ കൂട്ടാൻ പഠിച്ചു അല്ലെ. ഛേദം ഒരുപോലെയുള്ള ഭിന്നസംഖ്യകൾ, വ്യത്യസ്തമായ 2 ഭിന്നസംഖ്യകൾ, 3 ഭിന്നസംഖ്യകൾ എല്ലാം കൂട്ടാനായിട്ട് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് കുറയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ കുറയ്ക്കുന്ന കേസിലും ഇവിടെ നോക്കുക. 12/27 മൈനസ് 4/27. എന്താണ് ഇവിടെ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഛേദം തുല്യമാണ് അല്ലെ. അപ്പൊ ഛേദം തുല്യമായിട്ടുള്ള സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ കൂട്ടുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഛേദം അതുപോലെ എടുത്തെഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിലെ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 12ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 8. കഴിഞ്ഞു നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? ഇനി അടുത്ത് നോക്കാം. 5/9 മൈനസ് 3/9. എന്ത് ചെയ്യണം? ഛേദം ഒരുപോലെ ആയതുകൊണ്ട് അതിനെ അതുപോലെ എടുത്ത് എഴുതുക. മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 5ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 2. കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുക, കൂട്ടുകയാണെങ്കിൽ കൂട്ടുക. മുകളിലത്തെ സംഖ്യകൾ ഛേദം എന്ത് ചെയ്യുക? അതുപോലെ എടുത്ത് എഴുതുക. ഛേദം ഒരുപോലെയാണെങ്കിൽ മാത്രം. ഓക്കെ, അടുത്തത് നോക്കുക. 4/5 മൈനസ് 2/5. ഛേദം 5 തന്നെയാണ് രണ്ടിടത്തും. സോ ആ ഛേദം അതുപോലെ തന്നെ എടുത്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിലത്തെ സംഖ്യ കുറയ്ക്കുക. 4ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഛേദങ്ങൾ ഒരുപോലെയുള്ള സംഖ്യ, ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ താഴെയുള്ള സംഖ്യ ഒരുപോലെയാണെങ്കിൽ ആ സംഖ്യ അതുപോലെ എടുത്ത് എഴുതിയിട്ട് മുകളിലെ സംഖ്യ കൂട്ടുകയാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുക. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. ഇവിടെ നോക്കുക. കുറയ്ക്കുന്നത് ഛേദങ്ങൾ ഒരുപോലെയുള്ള സംഖ്യകൾ പഠിച്ചു. ഇനി അല്ലാത്ത 2 ഭിന്നസംഖ്യകൾ വന്നാൽ എങ്ങനെയാണെന്നുള്ളത്. 6/7 മൈനസ് 2/3. വ്യത്യസ്തമായിട്ടുള്ള 2 ഭിന്നസംഖ്യകളാണ്. അപ്പൊ ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണ് ചെയ്തത്? വ്യത്യസ്തമായിട്ടുള്ളത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇടയിലുള്ള സൈന് കൂട്ടുന്നതാകുമ്പോൾ കൂട്ടലിടണം, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ക്രോസ് ചെയ്യുക? 6 × 3 അല്ലെ. 6 × 3 എത്രയാണ്? 18 മൈനസ് 2 × 7 14 ഡിവൈഡഡ് ബൈ താഴെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 7 × 3 എത്രയാണ്? 21. അപ്പൊ 18ൽ നിന്നും 14 പോയാൽ എത്രയാണ്? 4 ആണ്. ഡിവൈഡഡ് ബൈ 21 അവിടെ തന്നെ ഉണ്ട്, എഴുതി നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കുറയ്ക്കലാണെങ്കിലും കൂട്ടലാണെങ്കിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇടയിലുള്ള ചിഹ്നം മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 6 3 18 മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. 2 7 14 ഡിവൈഡഡ് ബൈ 7 × 3 21 ചെയ്തു. 18ൽ നിന്നും 14 പോയാൽ ബാക്കി 4 ആണുള്ളത്. ഡിവൈഡഡ് ബൈ 21 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുക? 5 × 3. 5 × 3 എത്രയാണ്? 15. മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. 6 ഡിവൈഡഡ് ബൈ 6 × 3 18. 15ൽ നിന്നും 6 പോയാൽ എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന അല്ലെ. ചിലപ്പോൾ ആൻസറിൽ ഇതിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് 9/18 എന്ന് പറയുമ്പോൾ 9ലും 18ലും കൂടെ 2 പോകുമല്ലോ കറക്റ്റായിട്ട്. 9ഉം 18ഉം കൂടിയിട്ട് കറക്റ്റായിട്ട് വെട്ടിപ്പോകും. എത്ര പ്രാവശ്യമാണ്? 9ൽ 9 1 പ്രാവശ്യം, 18ൽ 9 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/2 എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോൾ 1/2 എന്നായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ്? 9/18 ആണല്ലോ എനിക്ക് ചെയ്തിട്ട് കിട്ടിയത് എന്ന് ചിന്തിക്കരുത്. 9/18 നമുക്ക് കറക്റ്റായിട്ട് വെട്ടിപ്പോവും. അതുകൊണ്ട് 1/2 എന്ന് നമുക്ക് ചെറുതാക്കാം അല്ലേ. വെട്ടിച്ചുരുക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ 1/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ വെട്ടിച്ചുരുക്കിയിട്ട് എഴുതാം, വെട്ടാൻ പറ്റുന്നതാണെങ്കിൽ. അടുത്തത് നോക്കാം. 2/5 മൈനസ് 3/8 ആണ്. എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ 2 × 8 16 മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. 3 × 5 5 3 എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 5 × 8 എത്രയാണ്? 40. ഓക്കെ, 16ൽ നിന്നും 15 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ആണുള്ളത്, 40. അപ്പോൾ 1/40 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ കുറയ്ക്കലാണെങ്കിലും കൂട്ടലാണെങ്കിലും 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കാനോ കൂട്ടാനോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക. 3 ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ LCM മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ LCM മെത്തേഡ് എങ്ങനെയാണ്?
8, 4, 6 അല്ലേ? 8, 4, 6 ഇതിന്റെ LCM കണ്ടുപിടിക്കുക അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞത്? 3 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ചിഹ്നം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 8, 4, 6 എന്ന് പറയുന്ന 3 സംഖ്യകളുടെ LCM കാണണം. LCM കാണാൻ ഇവിടെ വലിയ സംഖ്യ ഏതാണ്? 8 ആണ്. 8 4-ൽ കറക്റ്റ് ആയിട്ട് പോകും. 4, 2, 8. പക്ഷെ 6-ൽ പോകുമോ? ഇല്ല. അപ്പൊ 8ന്റെ അടുത്ത ഗുണിതമായിട്ടുള്ള 16 എടുക്കാം. 16 ഏതിൽ പോകും? 4-ൽ പോകും. 4, 4, 16 ആണ്. പക്ഷെ 6-ൽ പോകുമോ? ഇല്ല. അപ്പൊ അടുത്ത ഗുണിതം എടുക്കാം. അടുത്ത ഗുണിതം ഏതാണ്? 24 ആണ്. 24 4-ലും 6-ലും കറക്റ്റ് ആയിട്ട് പോകുമോ? പോകും. കാരണം 4, 6 എത്രയാണ്? 24 ആണ്. അപ്പോൾ ഈ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഓക്കെ. അപ്പൊ 24 എന്ന് നമ്മൾ താഴെ എഴുതി. ഇനി എന്താണ് ചെയ്യേണ്ടത് പറയൂ? 24 കൊണ്ട് ഈ 3 സംഖ്യകളെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഓക്കെ. അപ്പോൾ ഇൻറ്റു 24, ഇവിടെയും ഇൻറ്റു 24, ഇവിടെയും ഇൻറ്റു 24. 3 സംഖ്യകളെയും മുകളിൽ എന്ത് ചെയ്യണം? 24 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് വെട്ടിക്കളയാലോ. 8-ൽ 8 ഒരു പ്രാവശ്യം, 24-ൽ 8 3 പ്രാവശ്യം. ഇവിടെ 4-ൽ 4 ഒരു പ്രാവശ്യം, 24-ൽ 4 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. ഇവിടെ 6-ൽ 6 ഒരു പ്രാവശ്യം, 24-ൽ 4 പ്രാവശ്യം. എല്ലാം വെട്ടിച്ചെറുതാക്കി. ഇനി എന്ത് ചെയ്യുക? ഇത് ഗുണിച്ച് എഴുതുക. 7 × 3 ആണ്. അപ്പോൾ 21. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. ഇവിടെ 1 × 6 6 മൈനസ് ഇട്ടു. ദെൻ ഇവിടെ 1 × 4 4. ഓക്കെ ആണല്ലോ? വെട്ടിച്ചെറുതാക്കിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഗുണിച്ചെഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിനെ കുറച്ചിട്ട് എഴുതാം. 21-ൽ നിന്നും 6 പോയാൽ എത്രയാണ്? 15 അല്ലേ? 15 ആണ്. 21-ൽ നിന്നും 6 പോയാൽ. 15-ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 11. അപ്പോൾ 11 / 24 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് LCM മെത്തേഡ്. അപ്പോൾ 3 ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ 4 ഭിന്നസംഖ്യകളൊക്കെ എന്താണ്? കൂട്ടാനോ കുറയ്ക്കാനോ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെയുള്ള ഛേദങ്ങളുടെ LCM എടുക്കുക. LCM എടുത്തിട്ട് അത് അതുപോലെ എഴുതുക. മുകളിൽ വരച്ചതിന് ശേഷം ആ LCM നമ്പർ കൊണ്ട് മുകളിലെ എല്ലാ സംഖ്യകളെയും ഗുണിക്കുക. ഗുണിച്ചതിന് ശേഷം നമുക്ക് വെട്ടിച്ചുരുക്കാനുള്ളതൊക്കെ വെട്ടിച്ചുരുക്കി അത് ഗുണിച്ച് എഴുതിയിട്ട് അവ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ആൻസറായി. അടുത്തത് നോക്കുക. ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. നമ്മളിപ്പോൾ കൂട്ടലും പഠിച്ചു, കുറയ്ക്കലും പഠിച്ചു. ഇനി ഗുണിക്കുന്നത് പഠിക്കാം. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്താണെന്ന് വെച്ചാൽ മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതുക, താഴെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. 3, 2 എത്രയാണ്? 6. മുകളിലെ 2ഉം 3ഉം കൂടെ ഗുണിച്ചു 6 എന്ന് കിട്ടി. താഴെ 8ഉം 5ഉം കൂടെ ഗുണിക്കുക. 8 5 എത്രയാണ്? 40. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. 3/7 × 2/9. എന്ത് ചെയ്യണം? മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 3 × 2 6. താഴെ 9/7 എത്രയാണ്? 63. ആൻസറായി. അടുത്തത് 1/2 × 4/5. എന്ത് ചെയ്യണം? മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 1 × 4 എത്രയാണ്? 4 / 2 × 5 എത്രയാണ്? 10. ആൻസറായി കഴിഞ്ഞു. ഇങ്ങനെ 4/10 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞു വെട്ടിച്ചുരുക്കാം. എങ്ങനെ? 2 കൊണ്ട് വെട്ടാലോ. 2 4-ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 10-ൽ 2 5 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 2/5 എന്ന് നമുക്ക് വെട്ടിച്ചുരുക്കി ചെറുതാക്കി എഴുതാം. ഓക്കെ. അപ്പോൾ വെട്ടാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വെട്ടിയിട്ട് ചെറുതാക്കി എഴുതാൻ പറ്റും. അടുത്തത് നോക്കാം. 2/3 × 1/7. എന്ത് ചെയ്യണം? മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 1 2 2 / 3 7 21. ഓക്കെ ആണല്ലോ? അപ്പോൾ ഭിന്നസംഖ്യകളുടെ ഗുണനമാണ് ഏറ്റവും എളുപ്പം. മുകളിലെ 2 സംഖ്യകൾ അതുപോലെ ഗുണിച്ചെഴുതാം, താഴെയുള്ള സംഖ്യകളും ഗുണിച്ചെഴുതി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇങ്ങനെ വെട്ടിച്ചുരുക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഓർക്കുക. കാരണം നമ്മുടെ ഓപ്ഷനിൽ വെട്ടിച്ചുരുക്കിയിട്ടാണോ അല്ലാത്തതാണോ തന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ വെട്ടിച്ചുരുക്കി ചെറുതാക്കാനായിട്ടും കൂടെ പഠിച്ചു വെക്കുക. അടുത്തത് ഇവിടെ നോക്കുക. നമ്മളിപ്പോൾ ഗുണിക്കുന്നത് പഠിച്ചു അല്ലേ? ഇവിടെയും ഞാൻ ഗുണനം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ നമ്പേഴ്സിന് ചില പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ 5 × 2 10 എന്ന് എഴുതും അല്ലേ? 10 എന്ന് എഴുതും. / 11 × 2 22 എന്ന് എഴുതും അല്ലേ? ഈ 10/22 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടി ചെറുതാക്കാൻ പറ്റും. 2 ഉപയോഗിച്ച് എട്ടുമ്പോൾ ഇവിടെ 5 2 10 എന്താണ് 11 അല്ലേ? 22-ൽ 11 പ്രാവശ്യം. അപ്പോൾ 5/11 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ മുകളിലത്തെയും ഗുണിച്ചു താഴത്തെയും ഗുണിച്ചു. അപ്പോൾ നമുക്ക് 10/22 എന്നാണ് കിട്ടുക ആദ്യം. അതിനുശേഷം നമ്മൾ വെട്ടിയതിലാണ് നമുക്ക് എന്ത് കിട്ടുക? 5/11 എന്ന് കിട്ടുക.
അപ്പോൾ ഇങ്ങനെ വെട്ടി ചെറുതാക്കാതെ തന്നെ നമുക്ക് 5/11 എന്ന് പറയുന്ന ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. കാരണം ഈ നമ്പേഴ്സ് അങ്ങനെയാണ്. കാരണം എന്താണ്, ഇവിടെ 2/11, ഇവിടെ 5/2. ആദ്യത്തേതിൻ്റെ മുകളിലത്തെ സംഖ്യയും രണ്ടാമത്തേതിൻ്റെ താഴത്തെ സംഖ്യയും തുല്യമാണ് അല്ലേ? ഇവിടെയും 2, ഇവിടെയും 2. ഇവിടെ നോക്കാം, 3/8 ഇൻറ്റു 4/3. ഇവിടത്തെയും സംഖ്യ ഒരുപോലെ. ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള സംഖ്യകൾ ഒരേപോലെയാണെങ്കിൽ 2, 2, ഇവിടെയും 2, 3, 3. ഇവിടെ തിരിച്ചെഴുതി, ഇവിടെയാണെങ്കിൽ 7, 7. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇവിടുത്തെ മുകളിലെ സംഖ്യയും ഇവിടുത്തെ താഴത്തെ സംഖ്യയും, ഇവിടെ മുകളിലെയും ഇവിടെ താഴെയും, ഇവിടെ മുകളിലെയും താഴെയും, ഇങ്ങനെ സംഖ്യകൾ സെയിം ആണ്, തുല്യമാണെങ്കിൽ ഗുണിക്കുമ്പോൾ മാത്രമാണ്, ഗുണിക്കുന്ന കേസിൽ മാത്രം ഇങ്ങനെ സംഖ്യകൾ ഇവിടെ മുകളിലെയും താഴെയും ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള സെയിം നമ്പർ വന്നാൽ നമുക്കിങ്ങനെ എഴുതി വെട്ടി ചുരുക്കേണ്ട കാര്യമില്ല. ഈ രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? 5/11. നമുക്ക് വെട്ടിച്ചുരുക്കാതെ തന്നെ 5/11 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയാണെങ്കിലോ നമുക്ക് സാധാരണ പോലെ 3 × 4 12 ഡിവൈഡഡ് ബൈ 8 × 3 24 എന്ന് പറഞ്ഞിട്ട് അതിനെ വെട്ടി ചെറുതാക്കിയിട്ട് കിട്ടുന്നതിനേക്കാളും എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഈ മൂന്നും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ് ആൻസർ? 4/8 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അടുത്ത ഇവിടെ നോക്കാം, 7/2 ഇൻറ്റു 4/7 ആണ്. അപ്പം എന്ത് ചെയ്യാം, ഇങ്ങനെ 7, 7 എന്ന് ഒരുപോലെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ടിനെയും വെട്ടാം. ബാക്കി എന്താണുള്ളത്? 4/2 എന്ന് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം 4/2 ഇതൊക്കെ നമുക്ക് ചെറുതാക്കാം കേട്ടോ. 4/8 എന്ന് പറയുമ്പോൾ ഒരു 4, 4, 8 എത്ര പ്രാവശ്യം പോകും? 2. ഇവിടെ അതുപോലെ 2, 2 ഒരു പ്രാവശ്യം, 4, 2 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2/1 എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊരു സംഖ്യയുടെയും താഴെ 1 ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? ആ സംഖ്യ തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ 1 ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ? 1നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ആ സംഖ്യ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ആ 1 ഇടുന്നില്ല എന്നേ ഉള്ളൂ. 5/1, 6/1. അപ്പം നമ്മൾ സംഖ്യ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ 1 ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വേണം കണക്ക് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇങ്ങനെ ക്രോസ് ആയിട്ട്, അതായത് ഇതിൻ്റെ മുകളിലും രണ്ടാമത്തേൻ്റെ താഴെയും, ആദ്യത്തേൻ്റെ മുകളിലും രണ്ടാമത്തേൻ്റെ താഴെയും ഇങ്ങനെ ക്രോസ് ആയിട്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെയാണെങ്കിലും അങ്ങനെ വെട്ടി ചെറുതാക്കാം. ഇതിൻ്റെ മുകളിലും, അതായത് ഇവിടെ നോക്കാം, 3/5 ഇൻറ്റു 5/8. അപ്പോൾ ഇവിടെയും ഒരുപോലെ വന്നില്ലേ അല്ലേ? ഇവിടെയും വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് 3/8 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ ക്രോസ് ആയി കിടക്കുന്നിടത്ത് ഒരേ സംഖ്യ വന്നാൽ നമുക്കത് രണ്ടും കൂടെ വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ ഗുണിച്ചെഴുതാനായിട്ട്, ആ സംഖ്യകൾ അതുപോലെ തന്നെ എടുത്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് നോക്കാം, ഭിന്നസംഖ്യകൾ ഹരിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2/5 ഹരിക്കണം 1/3. അപ്പോൾ എങ്ങനെയാണ് ഹരിക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ഭിന്നസംഖ്യയെ അതുപോലെ എഴുതാം, 2/5 അതുപോലെ എടുത്ത് എഴുതാം. ഈ ഹരിക്കണം 1/3 ഉണ്ടല്ലോ, അതിനെ ഇൻറ്റു 3/1 എന്ന് എഴുതാം. രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ടിട്ട് ഗുണിക്കുക, അതായത് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക, റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ 2 സംഖ്യകൾ ഹരിക്കാൻ തന്നാൽ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എടുത്ത് എഴുതുക, രണ്ടാമത്തേന് എന്ത് ചെയ്യുക? തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. അപ്പോൾ 1/3 എന്നുള്ളത് 3/1 ഇട്ടിട്ട് ഗുണിക്കുക. ഇനി നമുക്ക് ഗുണിക്കാൻ അറിയാലോ, എന്താണ്? മുകളിലത്തെ സംഖ്യ തമ്മിൽ ഗുണിക്കുക, താഴത്തെ സംഖ്യ തമ്മിൽ ഗുണിക്കുക അല്ലേ? 3, 2, 6, 1, 5, 5. ആൻസറായി. എളുപ്പമല്ലേ? അടുത്തത് നോക്കാം, 2/8 ഹരിക്കണം 1/4. എന്ത് ചെയ്യണം? 2/8 അതുപോലെ എടുത്ത് എഴുതുക, ഇൻറ്റു എന്ത് ചെയ്യുക? 1/4 തിരിച്ചിടുക, 4/1 എന്ന് എഴുതുക. അപ്പോൾ നമുക്കിത് ചെയ്യാം. മുകളിലത്തെ സംഖ്യ തമ്മിൽ ഗുണിക്കുമ്പോൾ 2 × 4 8 ഡിവൈഡഡ് ബൈ 1 × 8 എത്രയാണ്? 8. 8/8 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, 3/7 ഹരിക്കണം 2/3. എന്ത് ചെയ്യണം? ആദ്യത്തെ ഭിന്നസംഖ്യ 3/7 അതുപോലെ എടുത്ത് എഴുതാം, ഇൻറ്റു 2/3 തിരിച്ചിടുക. അപ്പോൾ 3/2 എന്ന് വന്നു. ഇനി ഗുണിച്ചെഴുതാം. 3 × 3 9, 7 × 2 14. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഭിന്നസംഖ്യയെ അതുപോലെ എഴുതി രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് പറയുന്നതാണ് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന് പറയും. അപ്പോൾ 2/5 അതുപോലെ എഴുതി ഇൻറ്റു 1/3 എന്നുള്ളതിനെ 3/1 ആക്കിയിട്ട് ഗുണിക്കുക. ഗുണിക്കുന്നത് എങ്ങനെയാണ്? മുകളിലെ സംഖ്യ തമ്മിൽ ഗുണിച്ചെഴുതാം, താഴത്തെ സംഖ്യ തമ്മിൽ ഗുണിച്ചെഴുതാം. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം, ഹരിക്കുന്നത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 2/5 ഹരിക്കണം
എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. നമ്മൾ നേരത്തെ 2 ഭിന്നസംഖ്യ ആയപ്പോൾ ആദ്യത്തേത് അതുപോലെ എഴുതി, രണ്ടാമത്തേനെ തിരിച്ചിട്ട് ഗുണിച്ചു അല്ലേ. ഇവിടെ ഒരു സാധാരണ സംഖ്യയാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഏതൊരു സംഖ്യ ആണെങ്കിലും അതിന്റെ താഴെ ഡിവൈഡഡ് ബൈ 1 ഉണ്ട് എന്ന് വിചാരിക്കണം അല്ലേ. 1 കൊണ്ട് ഹരിക്കുക എന്നുള്ളൊരു ഫോമിലാണ് അത് കിടക്കുന്നത്. പക്ഷെ നമ്മൾ അത് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 5/1 ആണ്. 6 എന്ന് പറഞ്ഞാൽ 6/1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 4/1 ആയിട്ട് എടുക്കണം. അപ്പൊ 4/1 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ പോലെ ചെയ്യാലോ. ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ ഇട്ടു 4/1 തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പൊ ഇൻറ്റു 1/4 എന്ന് വരും. ഓക്കെ, അപ്പൊ വെറും 4 ആണെങ്കിൽ അതിന്റെ താഴെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിന് ചെയ്യുമ്പോൾ 1 2 2 5 4 20. ഇത് വേണമെങ്കിൽ വെട്ടിച്ചെറുതാക്കാം. 2ൽ 2 1 പ്രാവശ്യം, 20ൽ 2 എത്ര പ്രാവശ്യം, 10 പ്രാവശ്യം. അപ്പോൾ 1/10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. 6 ഹരിക്കണം 2/3. ഇവിടെയും ഒരു സാധാരണ സംഖ്യയും ഒരു ഭിന്നസംഖ്യയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ സംഖ്യയുടെ താഴെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ബൈ 1 ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ 6/1 അതുപോലെ തന്നെ എടുത്തെഴുതുക. ഇൻറ്റു എന്ത് ചെയ്യുക, ഈ 2/3 തിരിച്ചിടുക. അപ്പോൾ 3/2 എന്നായി. ഇനി എന്ത് ചെയ്യുക, 6 × 3 18 ഡിവൈഡഡ് ബൈ 1 × 2 എത്രയാണ്, 2. 18/2 എന്ന് വെച്ചാൽ 2ൽ 2 1 പ്രാവശ്യം, 18ൽ 9 പ്രാവശ്യം. അപ്പോൾ 9/1 എന്ന് വെച്ചാൽ എന്താണ്, 9 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഹരിക്കുന്നത് 2 ഭിന്നസംഖ്യകൾ തമ്മിലാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതി അടുത്ത ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കുക. ഇനി ഒരു ഭിന്നസംഖ്യയും ഒരു സാധാരണ സംഖ്യയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ താഴെ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഗുണിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, താഴത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മിശ്ര ഭിന്നങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്, അല്ലെങ്കിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, 3/5 4/5 2 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആണ് അല്ലേ. അതായത് ഛേദങ്ങൾ രണ്ടും എന്താണ്, തുല്യമാണ് അല്ലേ. ഛേദം തുല്യമാണ്. ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പൊ നമുക്കിത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ് ഇതിനർത്ഥം, 3/5 എന്ന് പറഞ്ഞാൽ എന്താണ്, 5ൽ 3 ഭാഗം. 4/5 എന്ന് വെച്ചാൽ എന്താണ്, 5ൽ 4 ഭാഗം അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 5 കഷ്ണമാക്കിയിട്ടുണ്ട്. അതിൽ 4 ഭാഗമാണോ വലുത്, 5 കഷ്ണമാക്കിയതിൽ 3 ഭാഗം കിട്ടുന്നതാണോ വലുത്, 4 ഭാഗം കിട്ടുന്നതല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ ഛേദങ്ങൾ തുല്യമായിട്ട് വരുമ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി. എന്താണ്, 5ൽ 4 ഭാഗമാണോ വലുത്, 5ൽ 3 ഭാഗമാണോ വലുത്, 5ൽ 4 ഭാഗം കിട്ടുന്നതല്ലേ വലുത് വരുന്നത്. അപ്പോൾ ഛേദങ്ങൾ തുല്യമായതാണെങ്കിൽ മുകളിലെ സംഖ്യ ഏതാണോ വലുത് വരുന്നത് ആ വരുന്ന സംഖ്യയാണ്, അത് ആ ഭിന്നസംഖ്യയാണ് എന്ത്, വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഇവിടെ ഏതാണ് വലുത്, 4/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യയാണ് വലുത്. ഓക്കെ, 3/5 4/5 ഛേദം രണ്ടും തുല്യമാണ്, 5 തന്നെയാണ്. അപ്പൊ മുകളിലെ സംഖ്യ നോക്കാം, 3 4 ആണ്. ഏതാണ് വലുത്, 4 അല്ലേ. അപ്പൊ 4/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യയാണ് വലുത്. ഈസി അല്ലേ. അടുത്തത് നോക്കുക, 3/5 4/6 ആണ് അല്ലേ. അപ്പോൾ 3/5 4/6 എന്ന് പറയുമ്പോൾ ഛേദവും അംശവും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ളത് വരുമ്പോൾ 2 ഭിന്നസംഖ്യകളാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പറഞ്ഞുതരാം. 3 × 6 എത്രയാണ്, 18 അല്ലേ. 3 × 6 18. ഇതിൽ മുകളിൽ വരുന്ന സംഖ്യ ഏതാ, 3. അതിന് മുകളിൽ 18 എന്ന് എഴുതാം. ഓക്കെ, ഇനി 4 × 5 എത്രയാണ്, 20 അല്ലേ. 4 ആണ് മുകളിൽ വരുന്ന സംഖ്യ. ആ 4ന്റെ മുകളിൽ 20 എന്ന് എഴുതി. എന്താണ് ചെയ്തത്, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 6 18, 3ന് മുകളിൽ എഴുതി. 4 × 5 20, 4ന് മുകളിൽ എഴുതി. ഇനി ഇതിലേതാണ് വലിയ സംഖ്യ, 18 ആണോ 20 ആണോ, 20 അല്ലേ. അപ്പോൾ ഈ 20 എന്ന് പറയുന്ന വലിയ സംഖ്യയുടെ താഴെ വരുന്ന ഭിന്നസംഖ്യയാണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ.
ഓക്കെ ആണല്ലോ. അപ്പോൾ അംശവും ഛേദവും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ ഏതാണ് വലുത് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 6 18, 3-ന് മുകളിൽ എഴുതി. 4 × 5 20, 4-ന് മുകളിൽ എഴുതി. 20 ആണോ 18 ആണോ വലുതെന്ന് നോക്കി. 20 ആണ് വലുത്. സോ അതിന് താഴെ വരുന്ന ഭിന്നസംഖ്യ ആയിട്ടുള്ള 4/6 ആണ് വലുത്. മനസ്സിലായല്ലോ? അപ്പോൾ ഛേദങ്ങൾ തുല്യമായിട്ട് വരുമ്പോൾ മുകളിലെ സംഖ്യ നോക്കുക. ഏറ്റവും വലുത് ഏതാണോ അതാണ് വലിയ ഭിന്നസംഖ്യ. വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിൽ എഴുതുക. ഏറ്റവും വലിയ സംഖ്യ കിട്ടുന്നതിൻ്റെ താഴെയുള്ള ഭിന്നസംഖ്യ ആയിരിക്കും എന്ത്? വലിയ ഭിന്നസംഖ്യ. അടുത്തത് നോക്കുക. 3 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്ന് നമ്മളോട് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ആയിരുന്നപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതി ഏറ്റവും വലിയ സംഖ്യ നോക്കി കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ 3 തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? 2 ഭിന്നസംഖ്യ എടുക്കുക, എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കുക, ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 × 6 18, ഇതിന് മുകളിൽ എഴുതി. 4 × 4 എത്രയാണ്? 16, ഇതിന് മുകളിൽ എഴുതി. അപ്പോൾ ഇവിടെ മുകളിൽ എഴുതിയതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 18 ആണോ 16 ആണോ? 18 ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കിട്ടിയത് 3/4 ആണ് അല്ലേ? അപ്പോൾ ഇനി അടുത്തത് ഏതാണ് നോക്കേണ്ടത്? 6/9 കൊണ്ട് നോക്കുക. ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ ഇത് ചെറുതാണ്, ഇത് വലുതാണെന്ന് കിട്ടി. അപ്പോൾ ഈ വലിയ ഭിന്നസംഖ്യ എടുത്തിട്ട് അടുത്ത ഭിന്നസംഖ്യയും കൂടെ ക്രോസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് വലുതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3/4 ആണ് ഇവിടെ ഉള്ളത്. 3/4, അടുത്തത് 6/9 ആണ്. ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 9 എത്രയാണ്? 27. 6 × 4 24, മുകളിൽ എഴുതി. 27 ആണോ 24 ആണോ വലുത്? 27 ആണ് വലുത് അല്ലേ? അപ്പോൾ 27-ന് താഴെ വരുന്ന 3/4 തന്നെയാണ് വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇത് 3 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 3/4. എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ? 3 ഭിന്നസംഖ്യകളാണ് തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം 2 ഭിന്നസംഖ്യകൾ ചേർത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കണ്ടുപിടിക്കുക. അതിൽ വലുത് കണ്ടെത്തി ആ വലിയ ഭിന്നസംഖ്യ അടുത്ത ഭിന്നസംഖ്യയായിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ ഏതാണ് വലുതെന്ന് നോക്കുക, എഴുതുക. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 4 ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്ന് എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം 2 ഭിന്നസംഖ്യ എടുത്തിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 11 × 2 എത്രയാണ്? 22 ആണ്. 9 × 6 എത്രയാണ്? 54 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 22 ആണോ 54 ആണോ? 54 ആണല്ലോ. അപ്പോൾ 6/11 ആണ് വലിയ ഭിന്നസംഖ്യ. ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ അല്ലേ? അപ്പോൾ ഈ 6/11 ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 6/11 വലുത് കിട്ടി. ഇനി ഇത് എന്ത് ചെയ്യണം? ഇതുമായിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 6/11 3/7 കൂടെ ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് മായ്ക്കുന്നുണ്ട്. 6/11 3/7 കൂടെ ചെയ്യുമ്പോൾ 6 7 എത്രയാണ്? 42. 11 × 3 എത്രയാണ്? 33. ഓക്കെ, ഇത് തമ്മിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴും ഏതാണ് വലുത് വരുന്നത്? ഇവിടെ 42ഉം 33ഉം ആണ്. 42 അല്ലേ വലുത്? അപ്പോൾ അതിൻ്റെ താഴെയുള്ള 6/11 തന്നെയാണ് വലുത് വരുന്നത്. ഇതെന്താണ്? ചെറുതാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി എന്താണുള്ളത്? 6/11 തന്നെയാണ് വലുത് കിട്ടിയത്. ബാക്കി 4/7 ഉണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ 11 × 4 44, 6 × 7 42. അപ്പോൾ 42 ആണോ 44 ആണോ വലുത്? 44 ആണ്. അപ്പോൾ 44-ന് താഴെ വരുന്ന 4/7 ആണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 വെച്ച് ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 4/7 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 4 ഭിന്നസംഖ്യ, എത്ര ഭിന്നസംഖ്യ തന്നാലും നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. 2 എടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതുക. ഏറ്റവും വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ. അത് കഴിഞ്ഞ് ആ വലുതിനെ അടുത്ത ഭിന്നസംഖ്യയായിട്ട് ക്രോസ് ആയിട്ട് ചെയ്യാം. അതിൽ ഏതാണോ വലുത് വരുന്നത് അത് വലിയ ഭിന്നസംഖ്യ. അടുത്തതുണ്ടെങ്കിൽ അതുമായിട്ട് അടുത്തത് ക്രോസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് വലിയ ഭിന്നസംഖ്യയും ചെറിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാം. ഇതിപ്പോൾ നമുക്ക് വലുതായതുകൊണ്ട് നമ്മൾ വലുത് കണ്ടെത്തി. ഇനി ചെറുതാണ്, ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ചെയ്തതിൽ ഏറ്റവും ചെറുതെടുക്കും, 2/9 എടുക്കും. ദെൻ അതും അടുത്തതും കൂടെ നോക്കി അതിൽ ഏറ്റവും ചെറുതെടുക്കും. ഓക്കെ, അപ്പോൾ ചെറുതാണോ വലുതാണോ ചോദിച്ചിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അത് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കണ്ടെത്തുക. അടുത്തത് നോക്കുക. 2/10, 7/10, 3/10, 6/10, 8/10. അപ്പോൾ ഇത്രയും ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് അവരോഹണ ക്രമം?
വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതണം അല്ലെ. വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതുന്നതിനെയാണ് അവരോഹണ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ എന്താണ് പ്രത്യേകത? താഴെ എല്ലാം 10 ആണ് അല്ലേ. ഛേദം എല്ലാം തുല്യമാണ്, 10 തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 10ൽ 8 ഭാഗം കിട്ടുന്നതാണോ വലുത്, 10ൽ 2 ഭാഗം കിട്ടുന്നതാണോ വലുത്? 10ൽ 8 ഭാഗം കിട്ടുന്നതല്ലേ. അപ്പോൾ മുകളിൽ ഏറ്റവും വലിയ സംഖ്യ വരുന്നതാണ് എന്ത്? വലുത് അല്ലേ, വലിയ ഭിന്നസംഖ്യ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ താഴെ ഛേദം തുല്യമായിട്ട് വരികയാണെങ്കിൽ വലിയ ഭിന്നസംഖ്യ ഏതാണ്? മുകളിൽ ഏറ്റവും വലിയ സംഖ്യ വരുന്നത്, ഏറ്റവും ചെറുത് ചെറിയ സംഖ്യ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവരോഹണ ക്രമത്തിൽ എഴുതണം. ഏറ്റവും വലുത് ആദ്യം, പിന്നെ അടുത്ത വലുത്, ദെൻ വലുത്, അങ്ങനെയാണ് പോവേണ്ടത്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? 10ൽ 8 ഭാഗം അല്ലേ. അപ്പോൾ 8/10 ആണ് ഏറ്റവും വലുത്. ദെൻ അത് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? 7/10 ആണ്. ഓക്കെ, ദെൻ 6/10, അത് കഴിഞ്ഞ് 3/10, ദെൻ 2/10. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അവരോഹണ ക്രമത്തിലാണ്, വലുതിൽ നിന്നും ചെറുതിലോട്ടാണ്. 8/10, 7/10, 6/10, 3/10, 2/10. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കാം. താഴെ ഛേദം തുല്യമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളാണെങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് മുകളിൽ ഏറ്റവും വലിയ സംഖ്യയുള്ളത് നോക്കി എഴുതുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. അടുത്തത് നോക്കുക. 5/9, 5/6, 5/4, 5/3, 5/2. ഇവിടെ എന്താണ് പ്രത്യേകത? മുകളിലെ സംഖ്യകളാണ് തുല്യം അല്ലെ, അംശമാണ് തുല്യം. ഛേദം തുല്യമായപ്പോൾ മുകളിലെ ഏറ്റവും വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യയാണെന്ന് പറഞ്ഞു. ഇവിടെ അംശമാണ് എന്ത് വരുന്നത്? തുല്യമായിട്ട് വരുന്നത്. ഛേദം വ്യത്യസ്തമാണ് അല്ലെ. അപ്പോൾ അംശം തുല്യമായിട്ട് ഛേദം വ്യത്യസ്തമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളാണെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ആരോഹണ ക്രമം എന്ന് വെച്ചാൽ എന്താ? ചെറുതിൽ നിന്നും വലുതിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഛേദം തുല്യമാണെങ്കിൽ മുകളിൽ വലിയ സംഖ്യ വരുന്നത് എന്താണ്? വലിയ ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഇവിടെ അംശമാണ് തുല്യം അല്ലേ. അപ്പോൾ എന്തായിരിക്കും? താഴെ വലിയ സംഖ്യ വരുന്നതാണ് ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 5/9 ആണ്. അടുത്തത് 5/6. ഇത് ആ ഓർഡറിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 5/9, 5/6, 5/4, 5/3, 5/2. ഏറ്റവും ചെറുത് 9 ആണ്. അടുത്തത് 6 ആണ്, ദെൻ 4, ദെൻ 3, ദെൻ 2. ആരോഹണ ക്രമമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഇതാണ്. ചെറുതിൽ നിന്നും വലുതിലോട്ടാണ് എഴുതേണ്ടതെങ്കിൽ അംശമാണ് തുല്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? താഴെ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതാണ് ചെറിയ ഭിന്നസംഖ്യ. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഛേദം തുല്യമാണെങ്കിൽ മുകളിൽ വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ. അംശമാണ് തുല്യമെങ്കിൽ താഴെ ഏറ്റവും വലിയ സംഖ്യ വരുന്നത് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? 5/9 ആണ്. അടുത്തത് 5/6 ആണ്. ഏറ്റവും വലിയ ഭിന്നസംഖ്യയാണ് നമുക്ക് എഴുതേണ്ടതെങ്കിലോ 5/2 ആണ്. കാരണം എന്താണ്? താഴെ ഏറ്റവും ചെറിയ നമ്പർ നോക്കുക, അതായിരിക്കും എന്ത്? വലിയ ഭിന്നസംഖ്യ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അംശം തുല്യമായാൽ എന്താണ്, ഛേദം തുല്യമായാൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പറയുന്ന സമയത്ത് സൈഡിലൊന്ന് എഴുതിയിടുക കേട്ടോ. അവരോഹണ ക്രമം എന്ന് വെച്ചാൽ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് അറിയില്ല എന്നുള്ളത് നമ്മുടെ കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ നോട്ടിൽ നമ്മുടേതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. മറ്റൊരാളിപ്പോൾ നമ്മുടെ നോട്ട് എടുത്ത് വായിക്കാനൊന്നും പോകുന്നില്ല, കളിയാക്കാനും പോകുന്നില്ല. നമുക്ക് അറിയാത്ത കാര്യം അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവരോഹണ ക്രമം വലുതിൽ നിന്ന് ചെറുതിലോട്ട്, ആരോഹണ ക്രമം ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഛേദങ്ങൾ തുല്യമായ മുകളിലെ വലിയ സംഖ്യയാണ് ഏത്? വലിയ ഭിന്നസംഖ്യ. അംശങ്ങൾ തുല്യമാണെങ്കിൽ താഴെ ഏറ്റവും വലുത് വരുന്നതാണ് ചെറിയ ഭിന്നസംഖ്യ. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കുക. 3/5, 7/9, 11/13, 15/17, 13/15. ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതണം. എന്നിങ്ങനെ? ആരോഹണ ക്രമത്തിൽ. ആരോഹണ ക്രമം എന്ന് വെച്ചാൽ എന്താണ്? ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ഭിന്നസംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കിക്കോളുക. എന്താണ്? 3/5 ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ് അല്ലേ. 7/9, 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 11/13, 11ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 15ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 13ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്.
അപ്പോൾ ഈ തന്നിട്ടുള്ള എല്ലാ ഭിന്നസംഖ്യകളിലും അംശത്തിൻ്റെയും ഛേദത്തിൻ്റെയും വ്യത്യാസം തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് തന്നിട്ടുള്ള സംഖ്യകളിൽ ഏറ്റവും ചെറുത് വരുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? 3ഉം 5ഉം ആണ് അല്ലേ? അപ്പോൾ 3/5 ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും വലുതായിട്ട് വരുന്ന ഏതാണ്? 15ഉം 17ഉം ആണ്. അപ്പോൾ അതാണ് വലിയ ഭിന്നസംഖ്യ. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം എന്താണ് പറഞ്ഞത്? അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായി വരുന്ന ഭിന്നസംഖ്യകളിൽ. ഓക്കെ, എന്താണ് ഇവിടെ വ്യത്യാസം? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? 3ഉം 2ഉം ആണ് 5, 7ഉം 2ഉം 9, 11ഉം 2ഉം 13, 15ഉം 2ഉം 17, 13ഉം 2ഉം 15. അപ്പോൾ അവിടെ എന്താണ്? 2ന്റെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായി വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഏറ്റവും വലിയ സംഖ്യകൾ വരുന്നത് വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇവിടെ ആരോഹണ ക്രമത്തിൽ എഴുതാന്ന് പറയുമ്പോൾ ചെറുത് മുതലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് ഏറ്റവും ചെറുത് ഏതാണ്? 3/5. 3ഉം 5ഉം അല്ലേ ചെറിയ സംഖ്യകൾ? അപ്പോൾ 3/5. 3/5 കഴിഞ്ഞ് അടുത്ത ആൾ ആരാണ്? 7/9. അടുത്ത ആൾ ആരാണ്? 11/13. അത് കഴിഞ്ഞാൽ 13/15 ആണ്. അത് കഴിഞ്ഞാണ് 15/17 വരിക. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ ആരോഹണ ക്രമത്തിൽ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എങ്കിൽ ചെറിയ സംഖ്യ, ചെറിയ ഭിന്നസംഖ്യ ചെറുതും വലിയ ഭിന്നസംഖ്യ എന്താണ്? വലുതുമായിരിക്കും. വലിയ ഭിന്നസംഖ്യയല്ല, വലിയ സംഖ്യകൾ വരുന്നത്. ഓക്കെ, ഇവിടെ ചെറിയ സംഖ്യകൾ വരുന്നത് 3ഉം 5ഉം ആണ് ചെറിയ സംഖ്യകൾ. അപ്പോൾ 3/5. അടുത്തത് 7ഉം 9ഉം ആണ് ചെറുത് വരുന്നത്. അപ്പോൾ 7/9. മനസ്സിലായോ? സംഖ്യകൾ ചെറുതായി വരുന്ന ഭിന്നസംഖ്യ ചെറിയ ഭിന്നസംഖ്യയും സംഖ്യകൾ വലുത് വരുന്നത് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ.